ഹായ് നമസ്കാരം, ദാസനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ കളിയാക്കി എന്നുള്ള രീതിയിലാണ്. കുന്തിദേവി എന്ന പേരൊക്കെ വിളിച്ചിട്ട് ഒരു പബ്ലിക്കായിട്ടുള്ളൊരു വേദിയിൽ കുന്തിദേവി എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു. ഒരു റോസപ്പൂ കൊടുത്തു. അതിന് ശേഷം എനിക്ക് നിങ്ങളെ കാണുമ്പോൾ കുന്തിദേവിനെ പുരാണ കാലത്തെ കഥയിലെ കുന്തിദേവിയാണ് ഓർമ്മ വരുന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അങ്ങനെ ആ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ഹണി റോസ് കേസ് കൊടുക്കുകയും ഇന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ടായി. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രണ്ട് പക്ഷവും പിടിക്കാൻ പറ്റില്ല അല്ലേ? രണ്ട് പക്ഷവും പിടിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം ബോബി ചെമ്മണ്ണൂരിന് ഓവർ ടോക്കിങ് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോബി ചെമ്മണ്ണൂർ എന്താ എവിടെ എന്താണ് പറയേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാനും പറ്റില്ല. കാരണം ഹണി റോസ് എന്ന നടി ഈ പറഞ്ഞ കുന്തി എന്നുള്ള പേര് പറയുന്ന ആ കുന്തി വെച്ചിട്ട് തന്നെയാണ് ഫേമസ് ആയത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഒരു നടികൾക്കും ഉണ്ടാവാത്ത അത്രയധികം ഉദ്ഘാടനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലാണ്ട് അഭിനയശേഷി കൊണ്ടൊന്നല്ല ഹണി റോസിനല്ല ഒരു ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നത്. ഉദ്ഘാടനത്തിന് ഇതുപോലെയുള്ള വേഷങ്ങളൊക്കെ ഇട്ടിട്ടാണ് സാധാരണഗതിയിൽ ഇതുവരെ മലയാള സിനിമ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീകളും ഉപയോഗിക്കാത്ത രീതിയിലുള്ള വേഷ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടി. അങ്ങനെ ആളുകൾ എന്താണ് ഈ വിളിക്കുന്ന ഓരോ ഷോപ്പുകൾ ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ അവരിത് കാണിച്ചുകൊണ്ട് ഫേമസ് ആവാൻ തന്നെയാണ് അവരുടെ ഷോപ്പിന് പരസ്യം കെട്ട്. കാരണം ഈ രീതിയിൽ ഈ പറഞ്ഞ ഹണി റോസ് വരുന്ന സമയത്ത് അത് വീഡിയോ എടുക്കാനും അത് എല്ലാവരും വന്ന് വീഡിയോ എടുക്കും, അവരെല്ലാവരും ചാനലിടുമ്പോൾ ഇവർക്ക് പരസ്യം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത കാലത്ത് ഒരു സുഹൃത്തിൻ്റെ ഒരു ജ്വല്ലറിയുടെ എറണാകുളത്തുള്ള ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിനും അവനും കൊണ്ടുവന്നത് ഈ ഹണി റോസിനെ തന്നെയാണ്. അവനും അത്യാവശ്യം വീഡിയോ ചെയ്ത് അത്യാവശ്യം ഫേമസ് ആവുകയും ചെയ്തു. അവനും വീഡിയോയിൽ ഫേമസ് ആവുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും ലക്ഷ്യം അതുകൊണ്ട് അത് തന്നെയാണ്. അപ്പോൾ ഈ ഹണി റോസിന് ഇപ്പോൾ ഇത്രയ്ക്ക് വലിയ വിഷയമാക്കേണ്ട സംഭവം ഈ കേസൊന്നും ഇല്ല. കാരണം ഹണി റോസ് ആ രീതിയിൽ തന്നെയാണ് ഫേമസ് ആയതും ആ രീതിയിൽ അറിയപ്പെടാൻ തന്നെയാണ് ശ്രമിച്ചത്. അല്ലാണ്ട് മാന്യമായ ഡ്രസ്സ് ചെയ്തിട്ടൊന്നുമല്ല ഹണി റോസ് ഇങ്ങനെയുള്ള ഫങ്ഷൻസിന് വരാറുള്ളത്. അപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കുറേ ഓവറായി ടോക്ക് ചെയ്ത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടും അല്ലാതെ അദ്ദേഹത്തിനായിട്ട് നല്ല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരു ദിവസം പോയ സമയത്ത് അവിടെയുള്ളൊരു അവരെ വീടിലെ സഹായത്തിനൊക്കെ വരുന്ന ഒരു ലേഡി കാണുകയും അപ്പം ഞാൻ യൂട്യൂബറാണെന്ന് അറിഞ്ഞപ്പോൾ, ചേട്ടാ എൻ്റെ അനിയൻ 10-25 വയസ്സായിട്ടുള്ളൂ, അവന് അസുഖം വന്ന് കിഡ്നി ആകെ ബുദ്ധിമുട്ടായിട്ട് കിഡ്നി വൃക്കരോഗം വന്ന് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ബോബി ചെമ്മണ്ണൂരിനെ അറിയോ പറയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ചു. അപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ ഫോൺ എടുത്തു. അപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം തന്നെ ബോബി ചെമ്മണ്ണൂർ അവരുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ബോബി ചെമ്മണ്ണൂർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ടോപ്പായിട്ടുള്ളൊരു ലേഡീനെ കണക്ട് ചെയ്ത് തന്നു. അവരോട് എല്ലാ ഡീറ്റെയിൽസും പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കിഡ്നി രോഗം വന്ന ആ വ്യക്തിക്ക് 25,000 രൂപ അവർ വീട്ടിൽ കൊണ്ടുകൊടുത്തു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ ചാരിറ്റി എന്നുള്ള രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ചെയ്യുന്നു. ബോബി ചെമ്മണ്ണൂർ ബാക്കി എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്കൊന്നും അറിയില്ല. ഞാൻ ബോബി ചെമ്മണ്ണൂർ പൈസ വാങ്ങിച്ചിട്ടൊന്നല്ല വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അറിവിൽ ഇങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാർ വലിയ സംഭവം തന്നെയാണ് കേട്ടോ. നമ്മളങ്ങനെ ആരും മോശമാക്കിയിട്ടൊന്നും പറയാൻ പറ്റില്ല. ബോബി ചെമ്മണ്ണൂർ എൻ്റെയൊക്കെ പ്രായം തന്നെ, എന്നെക്കൂടെ 1-2 വയസ്സ് പ്രായത്തിന് വ്യത്യാസമുള്ള ഞങ്ങൾക്ക് ഒരേ ലെവൽ രീതിയിൽ സമയത്തൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ബോബി ചെമ്മണ്ണൂർ കുറച്ച് ഓവറാണ് എന്നുള്ളത് സത്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരാൾ പെട്ടെന്നൊരു കാര്യം പറയുമ്പോഴേക്ക് ചെയ്ത് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വലിയ കാര്യം. അങ്ങനെ എത്ര കുടുംബങ്ങൾ അദ്ദേഹം രക്ഷിച്ചിട്ടുണ്ടായിരിക്കും. ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ ആരും കുടുംബങ്ങൾ രക്ഷിച്ചുള്ള ആളൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂർ സപ്പോർട്ട് ചെയ്ത് പറയണതൊന്നുമല്ല, നിങ്ങൾ ആ രീതിയിൽ കണക്കാക്കരുത്. കാരണം ഹണി റോസ് ചെയ്തിട്ടുള്ളതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടും അത് കുഴപ്പമില്ല. ഹണി റോസ് ചെയ്യുന്ന വീഡിയോയുടെ താഴെയും ഒരുവിധം 99% ആൾക്കാരും ഈ വൃത്തികേടുകൾ തന്നെയാണ് എഴുതാറുള്ളത്. നമ്മളൊന്നും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണതല്ല. പക്ഷേ
ഇതിനെത്ര വലിയ സംഭവമാക്കിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരു ചാനലിൽ വന്ന് ബോബി ചെമ്മണ്ണൂർ ക്ഷമാപണം പറയുകയൊക്കെ ഉണ്ടായി, എന്നിട്ടും അറസ്റ്റ് ചെയ്തു. എന്തായാലും ബോബി ചെമ്മണ്ണൂരെ സംബന്ധിച്ചിടത്തോളം വിഷയമൊന്നുമല്ല. നാളെ ആൾ അല്ലെങ്കിൽ ഇന്ന് തന്നെ ചിലപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ അതൊന്നും ആൾക്ക് വിഷയമുള്ള, ആൾക്ക് നാണക്കേടുമില്ല. ഇപ്പോൾ ഞാൻ ആളെ സപ്പോർട്ട് ചെയ്തിട്ട് വീണ്ടും ആളെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് രണ്ടുപേരും കുറ്റക്കാർ തന്നെയാണ്. ഇത് പറയാൻ പാടില്ലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. അതല്ല, ഈ ഹണി റോസിന് കുറച്ച് ഓവറാണ് ഈ വക പരിപാടികൾ. സാധാരണ ഒരു സ്ത്രീകളും കാണിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് ഹണി റോസും കാണിക്കുന്നത്. എന്താ പറയുക, ഇതിനൊക്കെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളിതിൽ രേഖപ്പെടുത്തുക. ആരെയും സപ്പോർട്ട് ചെയ്യണ്ട, ആരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നൊന്നുമല്ല. അതായത് നിങ്ങളുടെ എല്ലാവരും കമൻറ്റുകൾ ഇവിടെ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും. എൻ്റെ ചാനൽ കാണാൻ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ വീണ്ടും ഗുഡ് നൈറ്റ്.